ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. ശാലോം ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് പുറപ്പാടിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇന്ന് വിചിന്തനത്തിനായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം നമ്മെ അത്യധികമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. തൻ്റെ പുത്രനെ ബലിയായി ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മെ അളവില്ലാതെ അവിടുന്ന് സ്നേഹിക്കുന്നത് കൊണ്ടാണ്. വീണ്ടും യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നു, നിന്നോട് കരുണയുള്ള കർത്താവ് അരുൾ ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം നമ്മെ അനന്തമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പലപ്പോഴും ഈ സ്നേഹത്തെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അവിടുത്തെ സ്നേഹം എന്നും നമ്മോട് കൂടെയുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ സ്നേഹത്തെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കാതെ വരിക? ഈ സ്നേഹം അനുഭവിക്കുവാൻ നാം എന്ത് ചെയ്യണം? വീണ്ടും യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 1-2 തിരുവചനങ്ങളിലൂടെ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾ പലപ്പോഴും ക്ഷയിച്ചു പോകുന്ന അവസ്ഥ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം തളർന്നു പോകുന്ന അവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുക? എന്തുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം തളർന്നു പോവുക? ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുവാനായിട്ട്, അതനുഭവിക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. ദൈവം എത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് തൻ്റെ പുത്രനെ നമുക്ക് നൽകിയത്. കാൽവരിക്കുന്നിൽ അവിടുന്ന് യാഗമായി ബലിയായി മാറിയത് നമ്മെ അനന്തമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഈ രക്ഷാകര ദൗത്യം, ഈ രക്ഷാകര പ്രവർത്തനം പൂർത്തിയാകുന്നത് കാൽവരിക്കുന്നിലാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം തിരുവചനം നാം ഇങ്ങനെ കാണുന്നു, എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നാം ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാനായിട്ട് എന്ത് ചെയ്യണം? നാം സഭയോട് ചേർന്നിരിക്കണം. നാം ഇപ്പോൾ വായിച്ചു കേട്ട തിരുവചനം, കാൽവരിക്കുന്നിൽ ആ ഒറ്റക്കണ്ണനായ പടയാളി യേശുവിൻ്റെ പാർശ്വത്തിലേക്ക് കുന്തം കൊണ്ട് കുത്തി, അവിടെ നിന്നും രക്തവും വെള്ളവും ഒഴുകി എന്ന് നാം വായിക്കുകയാണ്. ഇതിന് ബൈബിൾ വ്യാഖ്യാതാക്കളും സഭാപിതാക്കന്മാരും വിവിധങ്ങളായ അർത്ഥങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടി നമുക്ക് ധ്യാനിക്കാം. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക തിരുസഭ ഈശോയുടെ
തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. ഏകദേശം 300 വർഷത്തെ പാരമ്പര്യമാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നതിന് സഭയിലുള്ളത്. AD 1673 മുതൽ AD 1675 വരെ വിശുദ്ധയായ മാർഗരറ്റ് മേരിക്ക്, ഫ്രഞ്ച് കന്യാസ്ത്രീ ആയിരുന്ന വിശുദ്ധയായ മാർഗരറ്റ് മേരിക്ക് കർത്താവ് നൽകിയ, ഈശോ നൽകിയ വിവിധങ്ങളായ ദർശനങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ടവരെ സഭയിൽ ഇങ്ങനെ ഒരു ആചരണം ആരംഭിക്കാൻ തുടങ്ങിയത്. ഈശോയുടെ തിരുഹൃദയം എന്ന് പറയുമ്പോൾ നമ്മളോട് അനന്തമായ സ്നേഹമാണ്. ആ തിരുഹൃദയത്തിൻ്റെ പടം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈശോയുടെ തിരുഹൃദയത്തെ ചുറ്റി ഉള്ള ആ മുൾ കിരീടവും അതുപോലെ ആളിക്കത്തുന്ന തീയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് പ്രതീകമായി കാണിക്കുക ദൈവത്തിന്, ഈശോയ്ക്ക് നമ്മോടുള്ള അനന്തമായ സ്നേഹത്തെയാണ്. നമ്മെ നിരന്തരമായി സ്നേഹിക്കുന്നതാണ് ആ തിരുഹൃദയത്തിലൂടെ നാം കാണുക. പ്രിയപ്പെട്ടവരെ, നാം ഈ തിരുഹൃദയത്തിന് ഏറ്റവും അധികം വണക്കവും ഏറ്റവും അധികം ആരാധനയും ഒക്കെ സഭയിൽ വർഷങ്ങളായി നൽകി വരികയാണ്. ജൂൺ മാസത്തിൽ പെന്തക്കോസ്താ ദിനത്തിന് ശേഷം 19 ദിവസങ്ങൾക്ക് ശേഷം വരുന്ന വെള്ളിയാഴ്ചയാണ് സഭയിൽ ഈ ആചരണം ഇപ്പോൾ നടന്നു വരിക. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈ തിരുഹൃദയത്തെ നാം വണങ്ങുക? എന്തുകൊണ്ടാണ് ഈ തിരുഹൃദയത്തെ നാം ആരാധിക്കുക, ബഹുമാനിക്കുക? അത് ദൈവം നമ്മെ അനന്തമായി സ്നേഹിക്കുന്നു. സഭ പുറപ്പെട്ടത്, സഭ ആരംഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ പാർശ്വത്തിൽ നിന്നാണെന്ന് ബൈബിൾ വ്യാഖ്യാതാക്കളും സഭാപിതാക്കന്മാരും നമ്മെ പഠിപ്പിക്കുകയാണ്. ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുക, യേശുവിൻ്റെ പാർശ്വത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്തെ യേശുവിൻ്റെ രക്ഷാകര പ്രവർത്തനത്തെ സൂചിപ്പിക്കുകയാണ്. ആ തിരുജലത്തെ സൂചിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ഈ രക്ഷാകര പ്രവർത്തനത്തിലൂടെ കത്തോലിക്ക തിരുസഭയ്ക്ക് കർത്താവായ ദൈവം പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെ നൽകി, സഭയിലൂടെ കൂദാശകളെ നൽകി സഭയെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതീകാത്മകമായി കാണിക്കുന്നതാണ് ഈ തിരുജലവും തിരുരക്തവുമെന്ന് ബൈബിൾ വ്യാഖ്യാതാക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരർത്ഥത്തിലാണ്. യേശു മിശിഹ ഗാഗുൽത്ത മലയിൽ, പ്രിയപ്പെട്ടവരെ കാൽവരിക്കുന്നിൽ ആ കുരിശിൽ തൂങ്ങിക്കിടന്ന് വേദനയോടെ ആ സഹനത്തിൽ നിൽക്കുമ്പോൾ ആ പടയാളി കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തവും തിരുജലവും പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കുന്ന മറ്റൊരർത്ഥമാണ് സഭാപിതാക്കന്മാർക്ക് നൽകുന്നത്. അത് ഇപ്രകാരമാണ്: മണവാളനായ മിശിഹായുടെ പാർശ്വത്തിൽ നിന്ന് അവിടുത്തെ മണവാട്ടിയായ സഭയും സഭയുടെ കൂദാശകളും ആവിർഭവിക്കുന്നതായി ഇത് സൂചിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അങ്ങനെയെങ്കിൽ സഭ ആവിർഭവിക്കുന്നത്, സഭ ആരംഭിക്കുന്നത് അവിടുത്തെ പാർശ്വത്തിൽ നിന്നാണ്. ആ പാർശ്വം എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്നു. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഉൽപ്പത്തി പുസ്തകത്തിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അവിടെ ഒന്നാം ഹൗവയായ മനുഷ്യകുലത്തിൻ്റെ പാപത്തിൽ മനുഷ്യകുലത്തിൻ്റെ മാതാവായ ഒന്നാം ഹൗവ ആദത്തിൻ്റെ പാർശ്വത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇവിടെ നാം കാണുക, രക്ഷാകര പ്രവർത്തനത്തിൽ മനുഷ്യകുലത്തിൻ്റെ മാതാവായ സഭ, അതായത് രണ്ടാം ഹൗവ, പുറപ്പെടുന്നത് രണ്ടാം ആദമായ മിശിഹായുടെ പാർശ്വത്തിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിന് സഭാപിതാക്കന്മാർ നൽകുന്ന അർത്ഥം, ഈ പാർശ്വത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്തെ അവർ പറയുന്നത് ഇത് വിശുദ്ധ കുർബാനയാണ്, വിശുദ്ധ കുർബാനയാണ്. വീണ്ടും തിരുജലത്തെ സഭാപിതാക്കന്മാരെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നത് ഇത് മാമോദീസായെ സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ കത്തോലിക്ക തിരുസഭയിൽ കൂദാശകൾ ആവിർഭവിക്കുന്നത് തമ്പുരാൻ്റെ പാർശ്വത്തിൽ നിന്നാണ്. ഈ പാർശ്വത്തിൽ നിന്ന്, അവിടുത്തെ ചങ്കിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ആ വലിയ സ്നേഹത്തിൽ നിന്നാണ് ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ സഭയും സഭയുടെ കൂദാശകളും
ആവിർഭവിക്കുക. കൂദാശകളിലൂടെയാണ് സഭയാകുന്ന അമ്മ മക്കളെ അരൂപിയിൽ വളർത്തുക. മാമോദീസായിലൂടെ സഭ മക്കളെ അരൂപിയിൽ ജനിപ്പിക്കുകയും പരിശുദ്ധ കുർബാനയിലൂടെ സഭ മക്കളെ അരൂപിയിൽ വളർത്തുകയും ചെയ്യുന്നു. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുദിനം അനുഭവിക്കുവാൻ നാം സഭയോട് ചേർന്ന് നിൽക്കണം. സഭയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്, സഭയിലായിരിക്കുമ്പോഴാണ് യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിരാശ കടന്നു വരിക, പ്രതിസന്ധികൾ കടന്നു വരിക, പ്രശ്നങ്ങൾ കടന്നു വരിക, അതല്ലെങ്കിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വേദനകളും രോഗാവസ്ഥകളും ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ നാം നിരാശയിലേക്ക് കടന്നു പോവുക, വിശ്വാസത്തിൽ നിന്ന് അകന്നു പോവുക, അല്ലെങ്കിൽ വിശ്വാസത്തിൽ തളർച്ച സംഭവിക്കുക. എന്തുകൊണ്ടാണ്? നാം സഭയോട് ചേർന്ന് നിൽക്കുന്നില്ല. സഭ എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമ്മൾ കേട്ടു. കാൽവരി കുന്നിൽ ആ ഒറ്റക്കണ്ണൻ പടയാളി കുത്തി തുറന്ന ആ ചങ്കിൽ നിന്നൊഴുകിയിറങ്ങിയ ആ വലിയ സ്നേഹത്തിൽ നിന്ന് സഭ പുറപ്പെടുകയാണ്. തമ്പുരാൻ്റെ സ്നേഹം അവിടെയും നാം കാണുകയാണ്. ആ ഒറ്റക്കണ്ണൻ പടയാളിയുടെ കണ്ണിലേക്ക് ആ രക്തത്തുള്ളിയും ആ തിരുജലവും ഒഴുകിയിറങ്ങിയപ്പോൾ, ചിതറിത്തെറിച്ചപ്പോൾ ആ കണ്ണിന് സൗഖ്യം ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ആത്മാവിനും സൗഖ്യം ലഭിക്കുകയാണ്. തന്നെ കുന്തം കൊണ്ട് കുത്തിയ ആ പടയാളിയെ സ്നേഹിച്ച, അവന് സൗഖ്യം കൊടുത്ത, അവനെയും ബഹുമാനിച്ച ആ തമ്പുരാൻ്റെ സ്നേഹം, ആ തമ്പുരാൻ്റെ സ്നേഹം നാം എങ്ങനെ അനുഭവിക്കണം? സഭയോട് ചേർന്ന് നിൽക്കണം. സഭയുടെ കൂദാശകളോട് ചേർന്ന് നിൽക്കണം. പ്രിയപ്പെട്ടവരെ, മാമോദീസായിലൂടെ സഭയിൽ നാം ജന്മമെടുക്കുമ്പോൾ, ആ സഭയിൽ ജന്മമെടുത്ത നാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിച്ച് അനുദിനമാകുന്ന വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് അവിടുത്തെ ദിവ്യഭോജ്യം സ്വീകരിച്ച് ശക്തിപ്പെടുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നാം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് ജീവിക്കുന്നവരായി മാറുക. നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, സർപ്പത്തിൻ്റെ കടിയേറ്റവർ മരണമുണ്ടാകാതിരിക്കാൻ മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തുകയും ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയവർ ജീവൻ പ്രാപിക്കുന്നതായിട്ടും നാം കാണുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇവിടെ പുതിയ നിയമത്തിലെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം തിരുവചനം കാണുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ പാപത്തിൻ്റെ ദംശനമേറ്റ്, അതല്ലെങ്കിൽ പാപത്തിൻ്റെ കടിയേറ്റ് മരണം പ്രാപിക്കുന്ന വിശ്വാസികൾക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ, അവൻ ജീവൻ പ്രാപിക്കുവാൻ, ആത്മാവിൽ ശക്തിപ്പെടുവാൻ ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അവൻ യേശുവിലേക്ക് നോക്കണം. അവൻ യേശുവിലേക്ക് നോക്കണം. അങ്ങനെയെങ്കിൽ അവൻ ജീവൻ പ്രാപിക്കും. യേശുവിലേക്ക് നോക്കാൻ സാധിക്കണമെങ്കിൽ സഭയോട് ചേർന്ന് നിൽക്കണം. സഭയോട് ചേർന്ന് നിന്ന് കൂദാശാ ജീവിതം നയിച്ചു കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, സഭയിൽ മന്ദമായി ജീവിക്കുന്ന വിശ്വാസികൾക്ക് പുതുജീവൻ കൈവരുകയും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിക്കാൻ സാധിക്കുകയും അതുപോലെ നിത്യജീവൻ അർഹരാകുകയും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ വ്യക്തിക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും സഭയിലൂടെ നമുക്ക് ലഭിക്കും. തിരിച്ചറിയേണ്ട ഒരു സത്യമിതാണ്, യേശു ക്രിസ്തു ഗാഗുൽത്ത മലയിൽ കുന്തം കൊണ്ട് കുത്തിത്തുറന്ന് നമുക്ക് അവിടുത്തെ ചങ്കിൽ നിന്നും നൽകിയത് അവിടുത്തെ സ്നേഹമാണ്. പരിശുദ്ധ കുർബാനയായി ഇന്നും നാം സ്വീകരിക്കുക. ആ കുർബാനയിലൂടെ നാം ഇന്ന് അനുഭവിച്ചറിയുക അവിടുത്തെ അനന്തമായ സ്നേഹമാണ്. എന്നാൽ ഈ സ്നേഹത്തെ തിരിച്ചറിയാതെ നാം പുറംതിരിഞ്ഞ് നടക്കുമ്പോഴാണ് ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരിക. ഈ പ്രശ്നങ്ങളിലൂടെ മനുഷ്യകുലം തളർന്നു പോവുക. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ സ്നേഹം അനുഭവിക്കാൻ നാം വിമുഖത കാണിക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 18-ാം തിരുവചനം പറയുന്നു, വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല, വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതനിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ശിക്ഷ കടന്നു വരിക, പ്രിയപ്പെട്ടവരെ, അത് വിശ്വസിക്കായിക മൂലമാണ്. ആദ്യമേ തന്നെ നമുക്ക് വിശ്വാസമുണ്ടാകണം, ദൈവത്തിലുള്ള വിശ്വാസമുണ്ടാകണം. ഈ വിശ്വാസത്തിൽ വളരണമെങ്കിൽ സഭയോട് ചേർന്ന് നിൽക്കണം. മാമോദീസായിലൂടെ സഭയുടെ അംഗങ്ങളായി മാറിയ നാം സഭയുടെ കൂദാശകൾ സ്വീകരിച്ച് ആ കൂദാശയിലൂടെ വളർന്നു വരണം. രണ്ടാം ആദമായ മിശിഹായുടെ പാർശ്വത്തിൽ നിന്നാണ് രണ്ടാം ഹവ്വയായ സഭ പുറപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഒന്നാം ഹവ്വ മനുഷ്യകുലത്തെ പാപത്തിൽ ജനിപ്പിച്ചുവെങ്കിൽ രണ്ടാം ഹവ്വയാകുന്ന സഭ മനുഷ്യകുലത്തെ രക്ഷയിലും വിശുദ്ധിയിലും ജനിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഭയെ അമ്മയായി സ്വീകരിക്കാൻ സഭാമക്കൾ കടപ്പെട്ടിരിക്കുകയാണ്. സഭയാകുന്ന അമ്മയുടെ ഗർഭപാത്രമാകുന്ന മാമോദീസ തൊട്ടിയിൽ, പ്രിയപ്പെട്ടവരെ, നീ പിറന്നു വീഴുമ്പോൾ നിന്നെ ദൈവമകനായി ദൈവമകളായി ദൈവിക ജീവൻ നൽകി അവിടുന്ന് നിനക്ക് ജന്മം നൽകി പരിശുദ്ധ കുർബാനയാകുന്ന ആ ദിവ്യ ഭോജ്യം നൽകി അനുദിനം നിന്നെ പരിപോഷിപ്പിച്ച് അവിടുന്ന് വളർത്തുകയാണ്. അതുകൊണ്ട് സഭയെ സ്നേഹിക്കാൻ, സഭയെ ബഹുമാനിക്കാൻ, സഭയോട് ചേർന്ന് നിൽക്കാൻ കത്തോലിക്ക മതവിശ്വാസികളായ നമുക്കെല്ലാവർക്കും കടമയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർത്തു നോക്കിയേ, നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ കൈക്കൊരു ഒടിവ് സംഭവിച്ചു, അല്ലെങ്കിൽ ഇടത് കൈക്ക് വലിയ ഒരു മുറിവ് സംഭവിച്ചു, എന്തായിരിക്കും ശരീരത്തിനുണ്ടാകുന്ന വ്യത്യാസം? ശരീരത്തിൻ്റെ ഒരു പ്രതികരണം എന്തായിരിക്കും? വലതു കൈ പറയുമോ, ഇടത് കൈക്ക് സംഭവിച്ചതുകൊണ്ട് അത് നിൻ്റെ കുഴപ്പം കൊണ്ടാ, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അല്ലെങ്കിൽ ഇടത് കാലിന് ഒരു തളർച്ച സംഭവിച്ചു, വലതു കാല് പറയുമോ, അത് നിൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാ, നീ അത് സഹിക്കേണ്ടവനാ, നീ സഹിച്ചു. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരിക്കലും പറയുകയില്ല. ഉറപ്പായിട്ട് നമ്മുടെ വലതു കൈ ഇടത് കൈയെ തലോടുകയും ഇടത് കൈയെ സഹായിക്കുകയും ഇടത് കൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടി വലത് കൈ ഏറ്റെടുക്കുകയും ചെയ്യും. അതുപോലെ ഇടത് കാല് തളർന്നു പോയാൽ, തളർച്ച സംഭവിച്ചാൽ ആ ശരീരത്തിൻ്റെ ഭാരവും കൂടി വലത് കാൽ താങ്ങി ഇടത് കാലിനെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, സഭയിൽ ചെറിയ പ്രശ്നങ്ങളോ പോരായ്മകളോ വീഴ്ചകളോ കടന്നു വരുമ്പോൾ മാറി നിന്ന് സഭയെ വിമർശിക്കാനും സഭയിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കാനും പ്രിയപ്പെട്ട ദൈവജനമേ നാം ഒരിക്കലും തയ്യാറാകരുത്. നീ മാമോദീസായിലൂടെ സഭയിൽ അംഗമായിട്ടുണ്ടെങ്കിൽ, നീ ദൈവമകനായി ദൈവമകളായി സഭയാകുന്ന മാതാവിൻ്റെ ഗർഭപാത്രമായ മാമോദീസ തൊട്ടിയിൽ നീ ജന്മമെടുത്തിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, നീ സഭയിലെ അംഗമായി മാറിക്കഴിഞ്ഞു. ഈശോയുടെ ഭൗതിക ശരീരത്തിൻ്റെ അംഗമായി മാറിക്കഴിഞ്ഞു. അത് ഈ ശരീരത്തിൻ്റെ ഒരവയവം പോലെ തന്നെയാണ്. അപ്പോൾ സഭയിൽ ഏതെങ്കിലുമൊക്കെ വീഴ്ച വന്നാൽ, വേദന വന്നാൽ, പ്രശ്നം വന്നാൽ, പ്രിയപ്പെട്ട ദൈവജനമേ, സഭയ്ക്ക് വേണ്ടി കൈകൾ ഉയർത്തുവാൻ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ, സഭയിലുള്ള ലോകമെമ്പാടുമുള്ള സകല ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സഭയിൽ വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് കടമയുണ്ട്. ഒരു ക്രിസ്ത്യാനിയായ എനിക്ക് കടമയുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, അങ്ങനെ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ്, സഭയുടെ കൂദാശകൾ സ്വീകരിച്ചുകൊണ്ട് സഭയോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരിക, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. സഭയോട് ചേർന്ന് നിൽക്കണം. സഭയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് കുടുംബം അനുഗ്രഹിക്കപ്പെടുക, നമ്മുടെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടുക, മക്കൾ അനുഗ്രഹിക്കപ്പെടുക, മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടുക, സമൂഹം അനുഗ്രഹിക്കപ്പെടുക, നമ്മുടെ ഇടവക അനുഗ്രഹിക്കപ്പെടുക, അങ്ങനെ രാജ്യവും ഈ ഭൂമിയും അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, സഭയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ, ഒത്തൊരുമയോടെ പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ പറയുക, നിങ്ങൾ ഈ ഭൂമിയിൽ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും നിൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നിറവേറ്റിത്തരും. നിങ്ങൾ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, സഭയോട് ചേർന്നിരുന്നു കൊണ്ട്
നാം പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കും. കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുക. നാം ഒറ്റയ്ക്കായിരിക്കേണ്ടവനല്ല, നാം ഏകനായിരിക്കേണ്ടവനല്ല. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുക, പറുദീസായിൽ ദൈവം കണ്ടു ആദം ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കരുതി അവിടെ ഒരു കൂട്ടായ്മ സ്ഥാപിക്കുകയാണ്. ആ കൂട്ടായ്മയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ശക്തി നൽകുക. കൂട്ടായ്മയിലുള്ള സഹോദരങ്ങൾ തളർച്ച വരുമ്പോൾ, വേദന വരുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുവാനും, ഇനി നമ്മൾക്കാണ് വേദനയുണ്ടാകുന്നതെങ്കിൽ മറ്റുള്ളവരുടെ ആശ്വാസത്തിലൂടെ ദൈവസ്നേഹം പ്രാപിക്കാനും കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കണം, സഭയോട് ചേർന്ന് നിൽക്കണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ആത്മാരായ നമുക്കൊരു ചിന്തയുണ്ടാകാം, ഒരുപക്ഷെ സഭ എന്ന് പറയുമ്പോൾ അത് മാർപ്പാപ്പയുടേതാകാം, മെത്രാൻ്റേതാകാം, വൈദികരുടേതാകാം, കന്യാസ്ത്രീമാരുടേതാകാം. പ്രിയപ്പെട്ടവരെ, അവരെയൊക്കെ ഈ സഭയുടെ സംവിധാനത്തിൽ ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ക്രമീകരിക്കപ്പെട്ട ദൈവം വിളിച്ചിട്ടുള്ളവരാണ്. അവരെല്ലാവരും അവരെ പോലെയുള്ള അതേ ഉത്തരവാദിത്വം തന്നെയാണ് സഭയിൽ മാമോദീസായിലൂടെ അംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കുമുള്ളത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നാം സഭയോട് ചേർന്നിരുന്നു കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പ്രവർത്തിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 32-33 തിരുവചനങ്ങൾ നമുക്കറിയാം. ആകയാൽ എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്തു ധരിക്കും എന്ന് വിചാരിച്ച് നീ ഉത്കണ്ഠപ്പെടേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുക. നിനക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിന്റെ സ്വർഗീയ പിതാവ് അറിയുന്നു. നീ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഞാൻ ഓർക്കുകയാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് അവധിക്കൊക്കെ പോകുമ്പോൾ വലിയ ഒരാഗ്രഹമാണ് കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾ 8 മക്കളാണ്. അപ്പനും അമ്മയും, അപ്പം മരിച്ചുപോയി, അപ്പം അമ്മയുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം അമ്മയും മരിച്ചുപോയി. അപ്പം ഞങ്ങൾ 8 മക്കളും അപ്പനും അമ്മയും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കണം. അവരുടെ മക്കൾ, മരുമക്കൾ, അവരുടെയും മക്കൾ, അങ്ങനെ എല്ലാവരോടും ഒരുമിച്ച് കൂടുമ്പോൾ ഏകദേശം ഒരു 50 പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു വലിയ സ്വപ്നമാണ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കണം. പക്ഷേ ഇത് ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്നറിയില്ല. അതുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പള്ളിയിലൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിക്കും. വിശുദ്ധ ബലിയിൽ ഈ ആഗ്രഹം നിയോഗം വെച്ച് പ്രാർത്ഥിക്കും. കൂട്ടായ്മകൾ കൂടുമ്പോൾ, കരിസ്മാറ്റിക് പ്രാർത്ഥനാ കൂട്ടായ്മകളൊക്കെ കൂടുമ്പോൾ ആ കൂട്ടായ്മയിൽ സഹോദരങ്ങളോട് പറയും, ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു പ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോൾ ഈ ആഗ്രഹം സഹോദരങ്ങളോട് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ മണിക്കൂറുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് പങ്കുവച്ചു. വലിയ സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, അത്ഭുതത്തിൻ്റെ ഒരു സാഹചര്യമായി, അവസ്ഥയായി അത് മാറി. അതിങ്ങനെ കഴിഞ്ഞ 15 വർഷമായി ഞങ്ങൾ തുടർന്നുകൊണ്ട് പോരുകയാണ്. 3 മാസത്തിൽ ഒരിക്കൽ നാട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ കൂടും, അതല്ലെങ്കിൽ നാട്ടിലുള്ള എല്ലാ സഹോദരങ്ങളും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയിലൂടെ ഏതെല്ലാം നിയോഗങ്ങളാണോ ആ പ്രാർത്ഥനാ മധ്യേ സമർപ്പിക്കുക, അതിനെല്ലാം ഉത്തരം കിട്ടുകയാണ്. 8-10 വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരുന്ന കുടുംബാംഗങ്ങൾക്ക് ദൈവം കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്ന അത്ഭുതങ്ങൾ, ജോലിയില്ലാതെ വിഷമിച്ച കുടുംബങ്ങൾക്ക് ജോലി നൽകി, വീടില്ലാതെ വിഷമിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വീട് നൽകി. പ്രിയപ്പെട്ടവരെ, ഈ ഭൗതിക ജീവിതത്തിലും നമുക്കാവശ്യമായ അനുഗ്രഹങ്ങളെല്ലാം തരാൻ കഴിവുള്ള തമ്പുരാൻ്റെ തിരുസന്നിധിയിലാണ് ഞാൻ ആയിരിക്കുക, ആ തിരുസഭയിലാണ് ഞാൻ അംഗമായിരിക്കുക എന്ന ഒരു വലിയ ബോധ്യത്തിലേക്ക് വരുമ്പോൾ, നാം തമ്പുരാൻ്റെ ഈ വലിയ സ്നേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി നാം പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ, ജോലി സ്ഥലത്ത്, നമ്മുടെ ഇടവകയിൽ ദൈവം നമ്മെ ഒരനുഗ്രഹമാക്കി മാറ്റും. നാം മറ്റുള്ളവർക്കൊരനുഗ്രഹമായി മാറും.
ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വാരി കോരിച്ചൊരിയും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ വിശ്വാസമാണ് സഭയോട് ചേർന്നിരിക്കുമ്പോൾ നമുക്കുണ്ടാകണം. പരിശ്രമിക്കണം. നാം ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല എന്ന് കരുതി നാം കുറച്ച് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് കുറച്ച് പ്രാർത്ഥന കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് ദിവസം നമ്മൾ പള്ളിയിൽ പോയി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, അത് നടന്നു കിട്ടുന്നില്ല, പിന്നീട് പ്രാർത്ഥന ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവചനം പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. പ്രിയപ്പെട്ടവരെ, ഇത് തമ്പുരാൻ്റെ വാഗ്ദാനമാണ്. നാം വിശ്വസിക്കണം. വിശ്വാസത്തോടെ സഭയോട് ചേർന്ന് കൂട്ടായ്മയോട് ചേർന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നു, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പാപപരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. വീണ്ടും പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പുറപ്പാടിൻ്റെ ഈ എപ്പിസോഡിലൂടെ ഈ വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ഉറപ്പിക്കുക. സഭയോട് ചേർന്ന് നിൽക്കാൻ, സഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സഭയിലുള്ള എല്ലാ അംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സഭയെ ശക്തിപ്പെടുത്തുവാൻ. 2018 വർഷങ്ങൾക്ക് മുമ്പ് ഗാഗുൽത്ത മലയിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി ബലിയായി മാറിയ ആ തമ്പുരാൻ്റെ സ്നേഹം ഇന്നും സഭയിലുള്ള എല്ലാ മക്കളും അനുഭവിക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരും. ഈ ലോകത്തിലെ ഭൗതിക അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകും. അതിലുപരിയായി നമുക്ക് നിത്യജീവനും അവിടുന്ന് പ്രദാനം ചെയ്യുന്നു. അതാണ് ഏറ്റവും പ്രധാനം. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തോട് നമുക്ക് ചേർന്നിരിക്കാം. ആ ദൈവത്തിൻ്റെ സ്നേഹം അനുദിനം സഭയിലൂടെ, സഭയുടെ കൂദാശകളിലൂടെ നമുക്ക് അനുഭവിച്ചറിയാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹ